ഇന്നത്തെ ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റൈസിങ് ഫോഴ്സും ഉണ്ട്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എച്ച് ആണ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യമേ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിങ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് നമ്മളൊരു ഇലക്ട്രിക് ചാർജ്, ഒരു പോയിൻ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ മൂവ് ചെയ്യുമ്പം അതിലുണ്ടാവാൻ പോകുന്ന മാഗ്നറ്റിക് ഫോഴ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തു. ഈ പ്ലെയിൻ്റെ അകത്ത് യൂണിഫോമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ വൈ ഡയറക്ഷൻ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദ വൈ ഡയറക്ഷൻ. എന്നിട്ട് നമ്മുടെ ഒരു പോയിൻ്റ് ചാർജ് കൊണ്ടുവന്ന് ആ പോയിൻ്റ് ചാർജിൻ്റെ വെലോസിറ്റി വിച്ച് ഈസ് ഗിവൺ ബൈ വി. സോ ഈ പോയിൻ്റ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ബി. അങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടാവാൻ പോകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഇസഡ് ആക്സിസ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. ഈ റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ അകത്ത് നമ്മൾ പോയിൻ്റ് ചാർജ് ഏത് ഡയറക്ഷനിലാണോ, അതായത് പോയിൻ്റ് ചാർജിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ നമ്മൾ കൈവച്ചതിന് ശേഷം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ നമ്മൾ അതിനെ കേൾ ചെയ്യുമ്പം നമ്മുടെ തമ്പ് ഫിംഗർ ഏത് ഡയറക്ഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെലോസിറ്റി പോയിൻ്റ് ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൈവച്ചതിന് ശേഷം മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ നമ്മൾ കേൾ ചെയ്യും കൈ. അപ്പം നമ്മുടെ തമ്പ് ഏത് ഡയറക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, തമ്പ് ഏത് ഡയറക്ഷനിലിരിക്കുന്നു ആ ഡയറക്ഷൻ റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട്, വിച്ച് ഈസ് എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, ക്രോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് കളയാൻ വേണ്ടി നമ്മൾ സൈൻ തീറ്റ ഇടും അല്ലേ. സോ വി ബി സൈൻ തീറ്റ. അപ്പം ഇഫ് ആൻ ഇലക്ട്രിക് ചാർജ് plus q moves with velocity v through a uniform magnetic field B, then magnetic field exerts a force Fm on the charge. ആ Fmൻ്റെ ഇക്വേഷൻ ആണ് q ഈക്വൽ ടു വി ക്രോസ് ബി. ഇതിനെ നമ്മൾ വി ബി പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി പ്ലെയിന്. ഈ പ്ലെയിനിന് ഈ വി ബി പ്ലെയിൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ വി ബി പ്ലെയിൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. സോ ക്രോസ് വെക്റ്റർ അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റിലല്ല പറയുന്നെങ്കിൽ നമ്മൾ ക്രോസ് മാറ്റിയിട്ട് ഇറ്റ് വിൽ ബി ക്യൂ വി ബി സൈൻ തീറ്റ. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് ചാർജാണ്. എഫ് എം ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വി ആൻഡ് ബി. ഇനി പല കണ്ടീഷൻസ് ഉണ്ട്. വെൻ തീറ്റ ഈക്വൽ ടു തീറ്റ സീറോ ആവുന്ന കേസിൽ വി നോ ദാറ്റ് സൈൻ സീറോ ഈസ് സീറോ. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് സീറോ ആയിരിക്കും. അതായത് തീറ്റ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മുടെ പോയിൻ്റ് ചാർജ് മൂവ് ചെയ്യുന്നതെന്നല്ലേ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മുടെ പോയിൻ്റ് ചാർജ് മൂവ് ചെയ്യുന്നു. സോ ഇവർ രണ്ടുപേരും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്, സീറോ ആണ്. ആ കേസിൽ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. ഓക്കെ, വി ഈസ് മൂവിങ് പാരലൽ ടു ബി, ദർ ഇസ് നോ മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ടാമത്തെ കേസാണ് വെൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രീസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 180 ഡിഗ്രീസ്. ആ കേസിൽ വി ഈസ് മൂവിങ് ആൻറ്റി പാരലൽ. തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് സൈൻ 180 എന്താണ്, അതും സീറോ ആണ്. ആ കേസിലും വി ആർ നോട്ട് ഹാവിങ് എനി മാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത്തെ കണ്ടീഷനാണ് വെൻ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്. ഒരു പോയിൻ്റ് ചാർജ് റെസ്റ്റിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് ദർ ഇസ് നോ വെലോസിറ്റി ഇല്ലെങ്കിലും നമ്മുടെ ഇക്വേഷൻ എന്താണ്, ക്യൂ വി ബി സൈൻ തീറ്റ ആണ്. എ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി സീറോ ആയില്ലേ. വെലോസിറ്റി സീറോ ആവുന്ന കേസിലും മാഗ്നറ്റിക് ഫോഴ്സ് സീറോ ആണ്. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രീസ്. തീറ്റ 90 ഡിഗ്രീസ് ആകുമ്പോൾ എന്താണ്, തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ വി ബി ആണ്. ദെൻ 90 ഡിഗ്രീസിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സസ് മാക്സിമം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രീസ് പോയിൻ്റ് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാക്സിമം force Fm will be produced.
എപ്പോഴും വി ബി പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. അടുത്തത് ഇനി നമ്മളപ്പം പോയിൻ്റ് ചാർജിൻ്റെ കാര്യം പറഞ്ഞു. പോയിൻ്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കാര്യവും പറഞ്ഞു. ഇനി ഈ പോയിൻ്റ് ചാർജിന് നമ്മൾ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, പാത്ത് ഓഫ് മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തിട്ട് ഈ ക്രോസ് റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പേപ്പർ. ഓക്കെ, ഓൾവേസ് ക്രോസ് റെപ്രസെൻറ്റ്സ് ഇൻ ടു, അല്ലേ, ഇൻറ്റു റെപ്രസെൻസ് അകത്തോട്ട് പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പ്ലെയിന് ഫുള്ളായിട്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോട്ട് ഫസ്റ്റ് കണ്ടീഷൻ വെൻ ചാർജ് എൻറ്ററിങ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു പോയിൻ്റ് ചാർജിനെ കൊണ്ടുവന്ന് വെക്കുമ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു പോയിൻ്റ് ചാർജിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റ് ചാർജ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലറായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു പോയിൻ്റ് ചാർജിനെ കൊണ്ടുവന്നിറക്കി കഴിഞ്ഞാൽ ആ പോയിൻ്റ് ചാർജ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ സർക്കുലർ മോഷൻ. ഇതിനെ സൈക്ലോട്രോൺ എന്നും പറയും. ഓക്കെ, particle is entering the uniform magnetic field with a velocity v in perpendicular to b. അപ്പോൾ എന്താണ്, എഫ് എം ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി പ്ലെയിൻ. വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിന് എപ്പോഴും നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആവാൻ തുടങ്ങും. ഈ വി ബി പ്ലെയിന് ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിൽ ബി സെയിം. കണ്ടോ, ഈ പോയിൻ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസമൊന്നും വരത്തില്ല. പോയിൻ്റ് ചാർജിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിന് ചേഞ്ച് ഒന്നും വരത്തില്ല. ഏത് വെലോസിറ്റിയിലാണോ അത് ഈ ഫീൽഡിൽ കയറി അതേ വെലോസിറ്റി വെച്ച് തന്നെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്ത് പറ്റും, അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിൽ ബി സെയിം ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ വിൽ ചേഞ്ച് ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ഇൻ സർക്കുലർ മോഷൻ. അപ്പോൾ പെർപെൻഡിക്കുലർ ഒരു പോയിൻ്റ് ചാർജ് കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ സർക്കുലർ മോഷൻ. ഇനി അപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എഫ് എം വിൽ ബി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ. ഈ ഫോഴ്സ് എപ്പോഴും സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ സർക്കുലർ മോഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ് എഫ് ഈക്വൽ ടു എം എ, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, സർക്കുലർ ആക്സലറേഷൻ ആണ്. സോ വെലോസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അങ്ങനെയാണിത് എം വി സ്ക്വയർ ബൈ ആർ വരുന്നത്. വെയർ എം ഇസ് ദ mass of the charge, v is the velocity of the charge and r is the radius of the curvature of the circular path. ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഈ സർക്കുലർ പാത്തിന് ഒരു റേഡിയസ് ഉണ്ടല്ലോ, അതാണ് r. ഇനി അടുത്തത് പീരീഡ് ഓഫ് മോഷൻ ആണ്. പീരീഡ് ഓഫ് മോഷൻ t ഈക്വൽ ടു 2πr ബൈ വെലോസിറ്റി v. ഇത് വെച്ച് നമ്മളൊന്ന് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് t ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി. 2πm ബൈ ക്യൂ ബി. എം എന്ന് പറയുന്നത് നമ്മുടെ മാസാണ്, ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്, ബി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയാണ്. അപ്പം ഇത് വെച്ചിട്ട് ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി ഓഫ് മോഷൻ എഫ് വിൽ ബി ഈക്വൽ ടു 1/t. 1/t, ടി എന്ന് പറയുന്നത് 2πm ബൈ ക്യൂ ബി ആണ്. അതിനെ തിരിച്ചിടുമ്പം ക്യൂ ബി ഡിവൈഡഡ് ബൈ 2πm. ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിയും ടൈം പീരീഡും ഫ്രീക്വൻസിയും ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസ് ഓഫ് ദാറ്റ് ചാർജ്, അല്ലേ. മാസ്, ചാർജും പിന്നെന്താണ് ഫ്ലക്സ് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ റേഡിയസ് ആർ. റേഡിയസ് ആറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത്, ഇപ്പം നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് പെർപെൻഡിക്കുലറായിട്ട് വന്ന് നമ്മുടെ ഒരു പോയിൻ്റ് ചാർജ് വീണാൽ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി വെൻ ചാർജ് ഇസ് എൻട്രിങ് അറ്റ് ആൻ ആംഗിൾ ടു ദ ഫീൽഡ്. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീഴുന്നതിന് പകരം ഒന്ന് ചരിഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഈ പോയിൻ്റ് ചാർജ് അറ്റ് ആൻ ആംഗിൾ, ഒരു ആംഗിൾ മേക്ക് ചെയ്താൽ വന്ന് വീഴുന്നെങ്കിൽ, ഡയറക്റ്റ് വന്ന് വീഴുവാണെങ്കിൽ സർക്കുലർ മോഷൻ. ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് വന്ന് വീഴുന്നെങ്കിൽ എങ്ങനെ ഇത് പോവും. ഏത് പൊസിഷനിൽ വന്ന് വീണാലും പോയിൻ്റ് ചാർജ് ഏത് വെലോസിറ്റിയിലാണോ വന്നത് അതേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദ വെലോസിറ്റി വി ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പോൾ ഈ വെലോസിറ്റീനെ നമ്മൾ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കുവാണ്. ഒന്ന് വി പാരലലും ഒന്ന് വി പെർപെൻഡിക്കുലറും.
വി പാരലൽ എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആണ്. ദിസ് ഇസ് തീറ്റ. സോ ദിസ് വിൽ ബി വി കോസ് തീറ്റ ആൻഡ് പെർപെൻഡിക്കുലർ വിൽ ബി വി സൈൻ തീറ്റ. ഇനി the perpendicular component V perpendicular moves the charge particle in a circular motion. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള കമ്പോണൻറ്റ് സർക്കുലർ മോഷനിൽ ഇതിനെ കറങ്ങാൻ സഹായിക്കും. while the parallel component V parallel moves in linear path. പാരലായിട്ട് വരുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് നമ്മുടെ ചാർജെങ്കിൽ അത് ആ ഡയറക്ഷനിലല്ലേ പോകത്തുള്ളൂ. അപ്പം പെർപെൻഡിക്കുലർ വരുന്നത് സർക്കുലറും പാരലൽ വരുന്നത് ലീനിയറായിട്ട് പോകുമ്പോഴത്തേക്കും സർക്കുലറും ലീനിയറും കൂടെ ചേർന്നിട്ട് ഒരു സ്പൈറൽ മോഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, കോൺസിക്വൻ്റ്ലി ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ഫോളോ എ ഹെലിക്കൽ പാത്ത് ഓർ എ സ്പൈറൽ പാത്ത്. ഓക്കെ, ഒരു ഹെലിക്കൽ അല്ലെങ്കിൽ ഒരു സ്പൈറൽ പാത്തിലായിരിക്കും ഇത് പോകുന്നത്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. മാഗ്നറ്റിക് ഫോഴ്സ് Q ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഇൻറ്റു വി, അല്ല എഫ് ഈക്വൽ ടു Q വി പെർപെൻഡിക്കുലർ ഇൻറ്റു ബി. റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് പറയുന്നത് എം വി സൈൻ തീറ്റ ബൈ ക്യൂ ബി. R ഈക്വൽ ടു എം വി സൈൻ തീറ്റ ബൈ ക്യൂ ബി. ഇതിൻ്റെയും ടൈം പീരീഡ് T എന്ന് പറയുന്നത് T ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി. ഇതിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യൂ ബി ഡിവൈഡഡ് ബൈ 2πm. ഫ്രീക്വൻസിയും ടൈം പീരീഡിനും ഒന്നും വ്യത്യാസമില്ല. ഇനി ഇപ്പം നമ്മൾ ഇത്രയും നേരം ഒരു പോയിൻ്റ് ചാർജ് കൊണ്ട് അതിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അത് പെർപെൻഡിക്കുലറി വന്നിറങ്ങിയാൽ എങ്ങനെയാണ്, ഒബ്ലിക്ലി വന്നിറങ്ങിയാൽ എങ്ങനെയാണ്. ഓക്കെ, അത് രണ്ടും നമ്മൾ പഠിച്ചു. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? when the current carrying conductor is placed in an uniform electric field. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആകുമ്പോഴത്തേക്കും ഇൻസ്റ്റഡ് ഓഫ് നമ്മുടെ ചാർജിൻ്റെ എന്തായിരുന്നു, F ഈക്വൽ ടു Q ഇൻറ്റു വി ക്രോസ് ബി ആയിരുന്നു അല്ലേ. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആകുമ്പം ചാർജിന് പകരം ഇവിടെ എന്തായി, കറണ്ടായി. സോ ഇൻസ്റ്റഡ് ഓഫ് Q ഇറ്റ് വിൽ ബി I. ഓക്കെ, ഇനി വെലോസിറ്റിക്ക് പകരം ഇവിടെ ലെങ്ത് എല്ലാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്രമാത്രം ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ഇത്രയും ഭാഗത്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ അത്രയും ലെങ്ത് എടുത്താൽ മതി. സോ ഇറ്റ് വിൽ ബി ഇൻസ്റ്റഡ് ഓഫ് വി ഇറ്റ് വിൽ ബി എൽ ക്രോസ് ബി. ഓക്കെ, ഇത് വെക്റ്റർ കമ്പോണൻറ്റ്. അത് മാറ്റുമ്പം എഫ് എം ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. സൈൻ തീറ്റ. ഇനി വെൻ തീറ്റ ഈക്വൽ ടു 0 കണ്ടക്ടർ ഈസ് ലൈൻ പാരലൽ ടു ബി. അപ്പം തീറ്റ 0 ആകുമ്പോഴത്തേക്ക് എന്താണ്, ഈ കണ്ടക്ടർ ബിക്ക് പാരലായിട്ട് കിടക്കും. ബിക്ക് പാരലായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. ആൻറ്റി പാരലായിട്ട് കിടക്കുമ്പോഴും മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. ഇനി വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രീസ്, തീറ്റ 90 ഡിഗ്രീസ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും അല്ലേ. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ കണ്ടക്ടർ ഈസ് ലൈങ് പെർപെൻഡിക്കുലർ ടു ബി. എഫ് എം ഈക്വൽ ടു ഐ എൽ ബി. മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ്? ഈ ഒരു ഏരിയയിൽ നിന്ന് 2016 അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുലയാണ് μ0I1I2 ഡിവൈഡഡ് ബൈ 2πr. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. F ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു I1I2 ബൈ R. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഇനി പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട് ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഇനി രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് കറണ്ട് സെയിം ഡയറക്ഷനിലാണ് ക്യാരി ചെയ്യുന്നെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റ്യൂഡ് വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. വിച്ച് ഈസ് μ0I1I2 ഡിവൈഡഡ് ബൈ 2πr. ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നമ്മുടെ എന്താണ്, കറണ്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ്, കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തതും മേളിലോട്ടാകുമ്പോഴത്തേക്കും ഈ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും കൂടെ എയ്ഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എയ്ഡ് ചെയ്ത് അടുത്തടുത്ത് വരും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് വരുമ്പം മാഗ്നറ്റിക് ഫീൽഡ് എയ്ഡ്സ് ഈച്ച് അതർ. 2 ഫ്ലക്സ് ലൈൻസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ ലൂപ്പ്.
ഇങ്ങനെ ഒരു സിംഗിൾ ലൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, കണ്ടക്ടേഴ്സ് കം ക്ലോസർ ടു ഈച്ച് അതർ. അപ്പം രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൽ കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, കണ്ടക്ടേഴ്സിൽ കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് AD ചെയ്യും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരെണ്ണം ഡൗൺവേർഡ് ഡയറക്ഷനിലും ഒരെണ്ണം അപ്വേർഡ് ഡയറക്ഷനിലും. അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ, അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് നമ്മുടേത് ആൻറ്റി ക്ലോക്ക് വൈസ് വരും. ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ കണ്ടക്ടേഴ്സ്, സോ ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ഇത് രണ്ടും കൂടെ വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസസ് ഈച്ച് അതർ. ഇതും കൂടെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ് മൂവ് അപ്പാർട്ട് അല്ലേ, കണ്ടക്ടേഴ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. ഇവിടെ എന്താണ്, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരുന്നു. ഇതിൽ നിന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഇനി അടുത്തത് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ്. അപ്പം ഒരു ലൂപ്പിലാണെങ്കിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു ലൂപ്പാണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ ആയിരിക്കും. അപ്പോൾ ലൂപ്പ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പർ ഹാഫിലും മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കും, ലോവർ ഹാഫിലും മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കും. അപ്പർ ഹാഫിലെ മാഗ്നറ്റിക് ഫോഴ്സാണ് IBR ഇൻ്റഗ്രൽ 0 to π. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് 0 to π sin θ dθ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 2 times IBR. അതുപോലെ നമ്മൾ ലോവർ ഹാഫ് എടുക്കുകയാണ്. ലോവർ ഹാഫ് ഈസ് ഫ്രം അഗെയിൻ π to 2π ആണ്. ഇൻസ്റ്റെഡ് ഓഫ് 2π യു ക്യാൻ ടേക്ക് 0 ഓൾസോ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ലോവർ ഹാഫ് ഇസ് F lower will be IBR integral π to 0 sin θ dθ which is -2 IBR. അപ്പം ഇതിന് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എഫ് നെറ്റ് എന്ന് പറയുന്നത് വിൽ ബി എഫ് അപ്പർ ഹാഫ് പ്ലസ് ലോവർ ഹാഫ്. അപ്പർ ഹാഫും ലോവർ ഹാഫും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് വിൽ ബി ഈക്വൽ ടു 0. അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് 0 ഇൻ സർക്കുലർ ആൻഡ് റെക്റ്റാങ്കുലർ ലൂപ്പ്. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പ് ആകട്ടെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ആകട്ടെ, ലൂപ്പിൻ്റെ അകത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ക്യാൻസൽ ഔട്ട് ആയിട്ട് വി വിൽ ബി ഗെറ്റിംഗ് 0. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പോയിൻ്റ് ചാർജിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ സർക്കുലറോ റെക്റ്റാങ്കുലർ ലൂപ്പാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ടോർക്ക് മാത്രമേ ഉള്ളൂ. ടോർക്ക് ഈസ് ഗിവൺ ബൈ ടോ ഈക്വൽ ടു IBA sin θ. നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ഡയറക്ഷൻ. പിന്നെ I എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ത്രൂ ദ കോയിൽ. A ഈസ് ദ ഏരിയ ഓഫ് ലൂപ്പ്. B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇഫ് ദ കോയിൽ ഹാസ് n നമ്പർ ഓഫ് ടേൺസ്, n നമ്പർ ഓഫ് ടേൺസ് ഈ കോയിലിനുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി BINA sin θ. ഞാൻ ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി ഐ ബി യൂസിങ് ബീന. ഈ ബീന തന്നെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞിട്ട് വരുമല്ലോ. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ ചോദിച്ചാലും ടോ ഈക്വൽ ടു ബീന. Okay, BINA. B is the magnetic flux density, I is the current, N is the number of turns and A is the area. When ഇനി നമ്മൾ ഈ കോയിലിനെ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ തീറ്റ ഈസ് 90 degrees. സോ ഇറ്റ് വിൽ ബി ടോ ഈക്വൽ ടു BINA ബീന. ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി BINA. ഓക്കെ, താങ്ക് യു.